ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ്. അതിനു മുമ്പായിട്ട് ടെൻസ് എന്തെന്ന് പറയാം. ടെൻസ് ഈസ് എ ചേഞ്ച് ഓഫ് ഫ്രം ഇൻ എ വെർബ് ടു എക്സ്പ്രസ് ദ ടൈം ഓഫ് ആൻ ആക്ഷൻ. ഒരു സെൻറ്റൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് വെർബ് എന്നത് അഥവാ ക്രിയ. ആ ക്രിയയുടെ മാറ്റത്തെ കാണിക്കുന്ന ഒരു കാര്യമാണ് ഈ ടെൻസിലൂടെ പറയുന്നത്. ടെൻസ് മാറുന്നതിനനുസരിച്ച് ഒരു സെൻറ്റൻസിലെ ക്രിയയും മാറും. വെർബ് മാറുകയാണ് ചെയ്യുന്നത്. അതായത് ഭൂതകാലം, ഭാവികാലം, വർത്തമാനകാലം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത് പോലെ തന്നെ ഇംഗ്ലീഷിലും പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ് എന്ന് ഇങ്ങനെ പറയും. ഇംഗ്ലീഷിലും പറയും. അതിൽ വരുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ ടെൻസിലൂടെ പഠിക്കുന്നത്. ഇംഗ്ലീഷിൽ പൊതുവായി നമുക്ക് പറയാം 3 ടെൻസുകളാണ് ഉള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. പ്രസൻറ്റ് വർത്തമാനകാലത്തെ സൂചിപ്പിക്കുന്നു. പാസ്റ്റ് കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ച് പറയുന്നത്. ഫ്യൂച്ചർ ഇനി വരാൻ പോകുന്ന ഭാവി കാലത്തെക്കുറിച്ച് പറയുന്നു. ഇനി ശ്രദ്ധിക്കേണ്ടത് വലതുഭാഗത്ത് ആസ്പെക്റ്റ് എന്ന ഭാഗം നോക്കൂ. ഓരോ പ്രധാനപ്പെട്ട 3 ടെൻസിനും ഓരോന്നിനും 4 ആസ്പെക്റ്റ് ഉണ്ട്. അതായത് പ്രസൻറ്റ് ടെൻസിനെ 4ആയിട്ട് തിരിക്കാം. സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നിങ്ങനെ 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പാസ്റ്റ് ടെൻസിനെയും ഇതുപോലെ 4ആയിട്ട് തരംതിരിക്കാം. പാസ്റ്റ് സിമ്പിൾ, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നിങ്ങനെ 4ആയിട്ട് തിരിക്കാം. ഇത് വളരെ എളുപ്പമാണ്. ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ മറ്റു ഭാഗങ്ങളും അതുപോലെ തന്നെയാണ് വരുന്നത്. ഇനി ഫ്യൂച്ചറിനെയും ഇതുപോലെ 4ആയിട്ട് തിരിക്കാം. ഫ്യൂച്ചർ സിമ്പിൾ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നിങ്ങനെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ്. അതായത് 1ാമത്തെ ടെൻസാണ്. മെയിൻ ആയിട്ടുള്ള 3 ടെൻസിനെയും 4 സബ് ഡിവിഷൻസുകളാണ് ഉള്ളത്. അങ്ങനെ 12 ടെൻസുകളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഇതിൽ 1ാമത്തെ ടെൻസായ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഒറ്റ കാര്യം മാത്രമാണ് ഈ ടെൻസിൽ പഠിക്കാനുള്ളത്. അത് പഠിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ പഠിച്ചു. ഈ കൊടുത്തതൊന്ന് വായിച്ചു നോക്കും. അതിനുശേഷം നമുക്ക് ഇതിലെ മാറ്റം ഡിസ്കസ് ചെയ്യാം. ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് അഫർമേറ്റീവ് സെൻറ്റൻസ് ഇൻ ദ സിമ്പിൾ പ്രസൻറ്റ് എന്നാണ്. അഫർമേറ്റീവ് എന്നാൽ പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ഇതിൽ നെഗറ്റീവ് സെൻറ്റൻസ്, നെഗറ്റീവ് വെർബൊന്നും ഇതിൽ കാണിക്കുന്നില്ല. നോട്ട് എന്നൊക്കെ പോലത്തെ നെഗറ്റീവ് സെൻറ്റൻസ് ഒന്നും ഇതിൽ കാണിക്കുന്നില്ല. ഇതിൽ 2 കളറുകളിലായിട്ടാണ് സെൻറ്റൻസ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് റെഡിലും ഒന്ന് ബ്ലാക്കിലും. റെഡ് കളറിൽ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസിൽ വെർബിൻ്റെ കൂടെ എസ് ചേർന്ന് വരുന്നുണ്ട്. എന്നാൽ ബ്ലാക്കിൽ അത് ഇല്ല, എസ് ഇല്ല, എസ് ചേർന്ന് വരുന്നില്ല. നമുക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാകും രണ്ടിലെയും ഡിഫറൻറ്റ് എന്താണെന്ന്. റെഡിൽ എസ് വരുന്നു, ബ്ലാക്കിൽ എസ് വരുന്നില്ല. എന്തുകൊണ്ടാണ് ചില സെൻറ്റൻസിൽ എസ് വരുന്നത്, ചിലതിൽ എസ് വരാത്തത്? പൊതുവായി പറയാറുണ്ട് ഗ്രാമറിൽ നമ്മൾ ചെയ്യുന്ന കാര്യം സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബിനോട് കൂടെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണെങ്കിൽ എസ് ചേർക്കണമെന്നും, സബ്ജക്റ്റ് പ്ലൂറലാണെങ്കിൽ ബഹുവചനമാണെങ്കിൽ വെർബിനോട് കൂടെ എസ് ചേർക്കേണ്ട എന്നും ആണ് പറയാറുള്ളത്. എസ് ചേർക്കേണ്ട എന്നുമാണ് പറയാറുള്ളത്. അതിനേക്കാൾ ഏറെ കൂടുതൽ പറയുകയാണെങ്കിൽ ഈ കൊടുത്ത പ്രോണംസ് നമുക്ക് നോക്കാം. ഓരോ പ്രോണംസിനെയും 3ആയി തരം തിരിച്ചിരിക്കുന്നു. താഴെ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ? ഈ കൊടുത്തിരിക്കുന്ന പ്രോണംസ് നമുക്ക് നോക്കാം. ഓരോ പ്രോണൗണിനെയും 3 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്നിങ്ങനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇത് എളുപ്പത്തിൽ പഠിക്കാനായിട്ട് സാധിക്കും. ഫസ്റ്റ് പേഴ്സണെയും സെക്കൻഡ് പേഴ്സണെയും തേർഡ് പേഴ്സണെയും 2ആയി ഭാഗിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ഐ, പ്ലൂറൽ വി. സെക്കൻഡ് പേഴ്സൺ സിംഗുലർ യു, പ്ലൂറൽ യു.
സിംഗുലർ യു ഒരു ആളാണെങ്കിൽ പ്ലൂറൽ യു ഒന്നിൽ കൂടുതൽ ആളുകളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആവർത്തിച്ച് വരുന്നു യു. അത് ഒന്ന് സെക്കൻഡ് പേഴ്സൺ സിംഗുലർ യു ഒരു ആളാണെങ്കിൽ പ്ലൂറൽ യു ഒന്നിൽ കൂടുതൽ ആളുകൾ. തേർഡ് പേഴ്സൺ സിംഗുലർ ഹി, ഷീ, ഇറ്റ്. ഹി അവൻ, ഷീ അവൾ, ഇറ്റ് ഇങ്ങനെയാണ് വരുന്നത്. പ്ലൂറൽ ആണെങ്കിൽ ദേ, അവർ എന്നാണ് അർത്ഥം വരുന്നത്. ഇതൊന്ന് മനസ്സിലാക്കി പഠിക്കണം. ഇത് വെച്ചിട്ടാണ് ഗ്രാമർ റൂൾസ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കി പഠിക്കാം. ഇത് ഞാൻ ഒന്നും കൂടി പറയാം. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ ഇതിങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ഐ, പ്ലൂറൽ വി. സെക്കൻഡ് പേഴ്സൺ സിംഗുലർ യു, പ്ലൂറൽ യു. സിംഗുലർ യു ഒരാളാണ്, പ്ലൂറൽ യു ഒന്നിൽ കൂടുതൽ പേരാണ്. തേർഡ് പേഴ്സൺ ഹി, ഷീ, ഇറ്റ്. ഹി അവൻ, ഷീ അവൾ, ഇറ്റ് അത്, പ്ലൂറൽ ദേ. എന്ന് പറഞ്ഞാൽ അവർ എന്നിങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ തേർഡ് പേഴ്സൺ മാത്രം ഒന്ന് ഫോക്കസ് ചെയ്യുക. സിംഗുലർ ഹി, ഷീ, ഇറ്റ് ഇത് മൂന്നും ഒന്ന് ശ്രദ്ധിക്കാം. ഇത് മൂന്ന് വരുന്ന സമയത്താണ് നമുക്ക് വെർബിനോട് കൂടെ എസ് ചേർക്കേണ്ടത്. അതായത് ഹി, ഷീ, ഇറ്റ് ഇതിലേതെങ്കിലും ഇത് മൂന്നും വരുന്ന സമയത്താണ് നമുക്ക് വെർബിനോട് കൂടെ എസ് ചേർക്കേണ്ടത്. അതായത് ഹി, ഷീ, ഇറ്റ് ഇത് മൂന്നും വരുന്ന സമയത്താണ് നമുക്ക് വെർബിനോട് കൂടെ എസ് ചേർക്കേണ്ടത്. ഐ, യു, ദേ, വി എന്നീ പ്രോണൗനോട് കൂടെ നമുക്ക് വെർബിനോട് കൂടെ എസ് ചേർക്കേണ്ടതില്ല. അതായത് ഐയോ, യുവോ, ദേ, വി എന്നിങ്ങനെ വരികയാണെങ്കിൽ വെർബിനോട് കൂടെ എസ് ചേർക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. സിംഗുലർ ഹി, ഷീ, ഇറ്റ് ഇവ മൂന്ന് പേരും വരുമ്പോഴാണ് വെർബിൻ്റെ കൂടെ എസ് ചേർക്കേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു. ഈ സെൻറ്റൻസിലും അതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഹി പ്ലേസ് വിത്ത് എ ബോൾ, ഷീ പ്ലേസ് വിത്ത് എ ബോൾ, ഇറ്റ് പ്ലേസ് വിത്ത് എ ബോൾ. ഇവിടെയും ഹി, ഷീ, ഇറ്റ് ഇത് വന്നതിന് ശേഷമാണ് വെർബിൻ്റെ കൂടെ എസ് ചേർത്തിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന നോബഡി പ്ലേസ് വിത്ത് എ ബോൾ, സംവൺ പ്ലേസ് വിത്ത് എ ബോൾ. നോബഡി, സംവൺ, നോ വൺ, നോബഡി, എനിബഡി എന്നീ സബ്ജക്റ്റ് വരുന്ന സമയത്തും വെർബിനോട് കൂടെ എസ് ചേർക്കണം എന്നാണ് ഇംഗ്ലീഷ് റൂൾസ്. നമ്മളിപ്പോൾ പ്രോനൗൺസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇനിയിപ്പോൾ നൗണിൽ ആണെങ്കിൽ രാജു ഒരു വ്യക്തി ആണെങ്കിൽ രാജു പ്ലേസ് എന്ന് വേണം ചേർക്കാൻ. രാജു സിംഗുലർ ആണ്, അപ്പോൾ രാജു പ്ലേസ് എന്ന് വേണം ചേർക്കാൻ. ഇനി രാജു റാം ആണെങ്കിൽ രണ്ട് പേരുണ്ടെങ്കിൽ പ്ലേ എന്നാണ് വരിക. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ പറയാം.